എല്ലാവർക്കും +1 എക്കണോമിക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന രസകരമായ ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. തന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ 20 കുട്ടികളുടെ മാർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുക എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഇൻക്ലൂസീവ് ആവാം, എക്സ്ക്ലൂസീവ് ആവാം. ക്വസ്റ്റ്യൻ ഇൻക്ലൂസീവ് ആണ് തരുന്നതെങ്കിൽ ഇൻക്ലൂസീവിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എക്സ്ക്ലൂസീവിലാണ് തരുന്നതെങ്കിൽ എക്സ്ക്ലൂസീവിൽ എഴുതില്ല. നേരെ തിരിച്ച് ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും തന്നില്ല, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ചോദിച്ചത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ക്ലൂസീവിൽ എഴുതാം, ഇൻക്ലൂസീവിൽ എഴുതാം, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. എക്സ്ക്ലൂസീവാണ് ഒന്നും കൂടി സുഖം. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ തയ്യാറാക്കാം? ടാലി അടയാളത്തോട് കൂടിയിട്ടാണെങ്കിലും ടാലി ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, 2 രീതിയിൽ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ടാലി അടയാളത്തോട് കൂടിയിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടേബിളിന് എന്ത് ചെയ്യണം, കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ ടേബിളിൻ്റെ പേര് മാർക്ക്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്മൾ ടാലി അടയാളത്തോട് കൂടിയിട്ടല്ല ചെയ്യണം, ടാലി മാർക്ക്. അടുത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് കൊടുത്താലും മതി. ഓക്കെ, ഇനി ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ലോവർ ലിമിറ്റ് എത്ര കിട്ടണം, അവസാനത്തെ അപ്പർ ലിമിറ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ് നോക്കുക. ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 8 ഇവിടെ ഇരിക്കുന്നുണ്ട്. 8 ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ. 8 9 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ചെറിയ സംഖ്യ 8 9 ആയതുകൊണ്ട് നമുക്ക് 0 to 10 എണ്ണാക്കാം. എത്ര വരെ പോകണം? ഏറ്റവും വലിയ സംഖ്യ എത്രയാണ് ഇവിടെ വരുന്നത്? 42-42-നേക്കാളും വലുതുണ്ടോ? 46 വരെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 0 to 10 10 to 20 20 to 30 30 to 40 40 to 50 നേരെ എഴുതാം. എന്തുകൊണ്ട് ഇതിപ്പോൾ ഏത് മെത്തേഡാണ്? എക്സ്ക്ലൂസീവാണ്. കാരണം അടുത്ത ഫസ്റ്റ് ക്ലാസ്സിലെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസ്സിലെ ലോവർ ലിമിറ്റും വന്ന് ഒരു സംഖ്യയാണ് വരുന്നത്. 20 20 30 30 40 40 ആയിട്ടാണ് വരുന്നത്. ഇത് എക്സ്ക്ലൂസീവ് രീതിയാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് കടക്കുക. ടാലി അടയാളം നോക്കുക. ആദ്യം ഫ്രീക്വൻസി എത്രയാണ് നോക്കുക, 0 to 10. അപ്പോൾ എക്സ്ക്ലൂസീവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെച്ചത് തന്നെയാണ്. ഈ 0 to 10 എന്ന് പറയുമ്പോൾ അതിൽ ഏത് സംഖ്യ പെടില്ല? 10 എന്ന് പറയുന്ന സംഖ്യ ഫസ്റ്റത്തെ ക്ലാസ്സിൽ പെടില്ല. കാരണം 0 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 9 വരെയുള്ള സംഖ്യകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്ക്ലൂസീവിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ 0 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വരെയുള്ള സംഖ്യകൾ മാത്രമേ പറ്റുള്ളൂ. കാരണം 10 എന്ന് പറയുന്ന സംഖ്യ ഏതിലാണ് പെടുത്തുക? അടുത്ത ക്ലാസ്സിലെ ഇതിലാണ് പെടുത്തുക, 10 അഥവാ 10 മുതൽ 20. അപ്പോൾ 20 എന്ന് പറയുന്ന സംഖ്യ ഇതിൽ പെടുത്തില്ല. 19 വരെയുള്ള സംഖ്യകൾ മാത്രമേ ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ. അടുത്തിൽ വരുമ്പോൾ 20 എന്ന് പറയുന്ന സംഖ്യ ഇതിൽ അടുത്ത ക്ലാസ്സിലെ പറ്റുക, പക്ഷേ 29 വരെയുള്ള പറ്റുള്ളൂ. അടുത്ത് 30 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മുതൽ 40 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മുതൽ 39 വരെയുള്ള സംഖ്യയെ മാത്രമേ പറ്റുള്ളൂ. 40 എന്ന് പറയുന്ന സംഖ്യ അടുത്ത ക്ലാസ്സിലെ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ എക്സ്ക്ലൂസീവിൻ്റെ രീതി നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 0 to 10 എന്ന് പറയുന്നത് എത്ര സംഖ്യ ഉണ്ട് നോക്കുക. ഇത് തന്നിട്ടുള്ളതിൽ നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് നോക്കുക. 1, അതുപോലെ തന്നെ അടുത്ത എത്ര, 2. അപ്പോൾ ടാലി മാർക്ക് 2. ഓക്കെ, അടുത്തത് 10 to 20 അഥവാ 19 വരെയുള്ള സംഖ്യ. 10 മുതൽ 19 വരെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കുക. 1 2 3 4 5 കിട്ടും. അപ്പോൾ 1 2 3 4 5 ടാലി മാർക്ക് അങ്ങനെയാണ് ഇടുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ടാലി മാർക്ക് ഇടുമ്പോൾ 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ ഇങ്ങനെ, 3 ആണെങ്കിൽ ഇങ്ങനെ, 4 ആണെങ്കിലും ഇങ്ങനെ, 5 ആണെങ്കിലും എന്ത് ചെയ്യും അടുത്തത്. ഇനിയിപ്പോൾ 6 ആണെങ്കിൽ 5 എഴുതിയതിനു ശേഷം 6 7 8 9 10 അങ്ങനെയാണ് നമ്മൾ ടാലി മാർക്ക് ഇടുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടി പറഞ്ഞോളൂ. അത്ര 5.
ഇനി അടുത്തത് 20 to 30, അഥവാ 20 to 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരുള്ളൂ? 29 വരെയുള്ള സംഖ്യകളെ കൊടുത്താൻ പറ്റുള്ളൂ. 29 വരെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 28, 2, 28, 27, 3 എണ്ണം. അപ്പോൾ 1, 2, 3. അടുത്തത് 30 മുതൽ 40. 30 മുതൽ 40 വരെ എന്ന് പറഞ്ഞാൽ 39 വരെയുള്ള സംഖ്യകൾ. 30 മുതൽ 40 വരെയുള്ള എന്ന് പറയുന്നത് 1, 2, 3, 4, 5. 1, 2, 3, 4, 5. അടുത്തത് അവസാനത്ത് 40 മുതൽ 40. നമ്മളിപ്പോൾ ഈ 30 മുതൽ 40 വരെയുള്ളതിൽ നമ്മൾ 40 എന്നുള്ളപ്പോഴുണ്ട്. അപ്പോൾ 40 നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തില്ല. അടുത്ത ക്ലാസ് ആയിട്ടുള്ള 40 മുതൽ 50 വരെയുള്ളതിലാണ് ഏത് ഉൾപ്പെടുത്തുക? 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇതിപ്പോൾ ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ടൊരു ഐഡിയ ഉണ്ട്. എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തം കൂട്ടുക. 2, 5, 7, 7, 10, 15, 20. ടോട്ടല് 20 എന്ന ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 20 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് മൊത്തം ഉണ്ടോ നോക്കുക. അഥവാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ കറക്റ്റ് ഉത്തരമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഫ്രീക്വൻസി മൊത്തം ടോട്ടൽ ചെയ്തുമ്പോൾ നമുക്ക് 20 ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിലുണ്ടോ നോക്കുക. ഓക്കെയാണ്. ഓക്കെ, എല്ലാവർക്കും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതെല്ലാവരും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലതും മാത്രം വരട്ടെ.